ലാലേട്ടനല്ലേ സൈക്കിളല്ലേ ഇവിടെ വരും. ഈ ലാലേട്ടൻ വരുന്ന അമ്പലമല്ലേ ഇത്? ലാലേട്ടൻ എപ്പോഴും വരുന്ന അമ്പലമല്ലേ? ജംഗ്ഷനിൽ ഒരു ചെറിയ കടയുണ്ട്, അവിടെ ചിലപ്പോ ഒരു ചായ പട്ടിയായിട്ട് പോകും ചിലപ്പോ. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് പോകാൻ പോണ എങ്ങോട്ടാണ്? ലാലേട്ടന്റെ വീട്ടിൽ. അതെ, ലാലേട്ടന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെന്താ പറയാ, നമ്മുടെ ദാസനും വിജയനും പറഞ്ഞ പോലെ ഞങ്ങളൊരു ചെറിയ ദാസനും വിജയം കളിക്കാൻ പോവാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന വെച്ചാൽ നമ്മുടെ അരൂര് പാലത്തിലാണ്. അത് നമ്മുടെ എന്താ മഴയിൽ മനോരമയുടെ ലൊക്കേഷൻ അവിടെയാണ് നമ്മുടെ വാർത്തയൊക്കെ വായിക്കുന്നത്, നമുക്ക് കാണാം. അപ്പോ ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലൊക്കേഷൻ കൂടെ ഉണ്ട് ഇവിടെ. നമ്മുടെ സിനിമയിലും ഒപ്പമല്ലേ, ഒപ്പം സിനിമയ്ക്കകത്ത് നമ്മുടെ ലാലേട്ടൻ ആ ഒരു ബോട്ടിൽ വരുന്ന സീനൊക്കെ ഇവിടുന്ന് എടുത്ത സീനാണ്. അപ്പൊ എന്തായാലും ഗൈസ്, ഞങ്ങൾ എന്തായാലും നേരെ ലാലേട്ടന്റെ വീട്ടിലേക്ക് പോവാണ്. എളമക്കരയാണ് സ്ഥലം. അപ്പൊ ഗൈസ്, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളൊരു കൂട്ടുകാരൻ ഒരു യൂട്യൂബ് ചാനൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഞങ്ങളെ കട്ട സപ്പോർട്ട് കൊടുക്കണം, അല്ല പുള്ളിക്കാരനെ പോയി കട്ട സപ്പോർട്ട് കൊടുക്കുക. ഫോണിക്സ് വീൽസ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. ഞങ്ങളെന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പൊ എന്തായാലും ഇട്ടേക്കുക. അപ്പൊ ശിവനെ, നമുക്ക് എന്തായാലും ലാലേട്ടന്റെ വീട്ടിലേക്ക് പോവാല്ലേ? അപ്പൊ നമ്മുടെ ദാസനും വിജയനും പറയണ പോലെ എന്താണ് നമുക്ക് ഇത് നേരത്തെ തോന്നാഞ്ഞത്? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അപ്പൊ നേരെ പോവുകയാണ് അങ്ങോട്ട്. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ലാലേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അരൂര് പാലം കഴിഞ്ഞു, അരൂര് ടോൾ കഴിഞ്ഞു. അപ്പോൾ ഇനി നേരെ എളമക്കരയിലേക്ക് പോവാണ്. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എളമക്കര ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അങ്ങനെ കുറേ ഓട്ടത്തിന് ശേഷം ഞങ്ങൾ എളമക്കര എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലാലേട്ടൻ പറഞ്ഞ പോലെ ചോദിച്ചു പോവാം. ചേട്ടാ, ലാലേട്ടൻ്റെ വീടാണ്. ലാലേട്ടൻ്റെ വീട് ആ നേരെ അല്ലേ? ആ, ഓപ്പോസിറ്റ്. ഓക്കെ, ആ ശരി. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞിട്ടില്ല, നമ്മളെന്തായാലും എളമക്കര എത്തി. അപ്പോൾ നേരെ പോയാൽ മതി. നേരെ ഒരു അമ്പലം കാണും, അതിൻ്റെ ഓപ്പോസിറ്റ് നേരെയുള്ള വഴിയിലേക്ക് വിട്ടാൽ മതി. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരുമെന്ന് പറഞ്ഞേ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ അമ്പലം എത്തിയിട്ടുണ്ട്. ഇതാണ് ആ പറഞ്ഞ എളമക്കര അമ്പലം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ആരോടെങ്കിലും ചോദിച്ചു തന്നെ പോവാം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ലാലേട്ടൻ വരുന്ന അമ്പലമാണ്, ലാലേട്ടൻ പോകുന്ന വഴികളൊക്കെയാണിത്. അപ്പോൾ ആരോടെങ്കിലും നമുക്ക് തിരക്കാം. ലാലേട്ടൻ്റെ വീട്. ലാലേട്ടൻ്റെ വീട് ഈ റോഡല്ലേ? അല്ല, ഞങ്ങള് യൂട്യൂബ് ചാനലിൽ നിന്നായിരുന്നു. അപ്പൊ വീടൊക്കെ കാണിക്കാൻ. ആ അതെ അതെ. വേറെ നമുക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അല്ലല്ല, വേറെ അല്ലേട്ടാ, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അവരുടെ എന്റെ വീട്ടിലൊരു യൂട്യൂബ് ചാനൽ താമസിക്കണ്ടേ മുകളിൽ, വൺ ഇന്ത്യ വൺ വോയിസ് എന്ന് പറയും. അവരുണ്ടാവും. നിങ്ങൾ ഇതിൽ നേരെ 100 മീറ്റർ ചോദിച്ചാൽ മതി. ലാലേട്ടനല്ലേ സൈക്കിളല്ലേ ഇവിടെ വരും. ഈ ലാലേട്ടൻ വരുന്ന അമ്പലമല്ലേ ഇത്? ലാലേട്ടൻ എപ്പോഴും വരുന്ന അമ്പലമല്ലേ? എപ്പോഴും വരാറില്ല, വല്ലപ്പോഴും. അവിടെ നിങ്ങൾ ആ ജംഗ്ഷനിൽ ഒരു ചെറിയ കടയുണ്ട്, അവിടെ ചിലപ്പോ ഒരു ചായ പട്ടിയായിട്ട് പോകും ചിലപ്പോ. ആണല്ലേ? പിന്നെ എപ്പോഴും ഇതിലെ പോകുന്ന കാരവനൊക്കെ ചിലപ്പോ അതൊക്കെ കിടപ്പുണ്ടാവും. ഓക്കെ, ശരി.
നമ്മുടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ. ഗൈസ് ഇവിടെ ആരും ഇല്ല എന്നാ പറഞ്ഞത്. ഇവിടെ നമ്മുടെ പട്ടീനെ ട്രെയിൻ ചെയ്യുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. അപ്പോൾ പുള്ളി പട്ടിയായിട്ട് പുറത്ത് പോയെന്നാണ് അറിഞ്ഞത്. എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കൊന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, ആരെങ്കിലും വരുവാന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്ന് ഇരുന്നതാണ്. ലാലേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലാലേട്ടനെ കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ എന്നാലും ചുമ്മാ ഇവിടെ വന്ന് ഇരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ തന്നെ പോകും. അപ്പോൾ ജസ്റ്റ് ലാലേട്ടൻ്റെ വീടൊക്കെ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ കണ്ട പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല, ഒരു സെക്യൂരിറ്റിയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ചുമ്മാ ഇവിടെ ഇരുന്നേ ഉള്ളത്. ലാലേട്ടൻ്റെ വീടാണ്. അപ്പോൾ ലാലേട്ടൻ്റെ പട്ടീനെ ട്രെയിൻ ചെയ്യിക്കാൻ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് പുറത്തോട്ട്. ഞങ്ങൾ കാണാൻ പറ്റുമോയെന്ന് അറിയാൻ പറ്റില്ല. അതാണ് ഞങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചേട്ടാ ചേട്ടാ അവിടെ പട്ടീനെ ട്രെയിനിങ് പോയാ കഴിഞ്ഞ ഇന്നത്തെ കഴിഞ്ഞു. കാണാൻ പറ്റുമോ പട്ടീനെ? ബാക്കിലാണ്. ചേട്ടൻ്റെ പേരെന്നാണ്? ദാസൻ. ചേട്ടൻ എത്ര നാളായി ഇവിടെ? കുറേ കാലം. ലാലേട്ടന് എന്തെങ്കിലും ഒരു ലാലേട്ടൻ ഇവിടെ അല്ലേ, ദുബായിലല്ലേ? ഞങ്ങൾ വാടകയ്ക്കാണ് താമസം. സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ, ഇല്ലല്ലേ? ലാലേട്ടനൊക്കെ എന്തെങ്കിലും അടുത്ത കാലത്തൊന്നും വരില്ല. ഷൂട്ടും കഴിഞ്ഞിട്ടൊക്കെ വരും. കൊറോണ കാരണം പെട്ടെന്ന് എന്നും പോയി വരാനൊന്നും പറ്റില്ല. സ്റ്റേ ചെയ്തിരിക്കുക. ഓക്കെ ഏട്ടാ, സന്തോഷം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അങ്ങനെ അടിച്ച് അമർത്തി പൊട്ടിച്ചേക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ലാലേട്ടൻ്റെ വീട്ടിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത കാഴ്ച മറ്റൊരു കാഴ്ചയായിട്ട് കാണുന്നവരേക്കും വീണ്ടും ടാറ്റ.